ധനുഷിനെതിരെ നയൻതാര നടത്തിയ വെളിപ്പെടുത്തൽ വിവാദമായി മാറിയിരുന്നു. നാനും റൗഡിതാൻ എന്ന സിനിമയിലെ രംഗങ്ങൾ നയൻതാരയുടെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ധനുഷ് നിർമ്മിച്ച ചിത്രത്തിലെ BTS രംഗങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നയൻതാരയ്ക്ക് ലഭിച്ചില്ല. വിഘ്നേഷ് ശിവൻ സ്വന്തമായി ചിത്രീകരിച്ച രംഗങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിന്റെ പേരിൽ ധനുഷ് കോടികളാണ് നഷ്ടപരിഹാരം ചോദിച്ചത്. തുടർന്നാണ് നയൻതാര ധനുഷിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. ധനുഷ് മുഖംമൂടിയുമായി ജീവിക്കുന്ന ആളാണ്. ധനുഷിന്റെ സ്വേച്ഛാധിപത്യ പ്രവണത തിരിച്ചറിയണം എന്നും താരം പറഞ്ഞു. വിവാദങ്ങൾക്കിടെ നയൻതാരയും ധനുഷും ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ റിപ്പോർട്ടും ചർച്ചയാവുകയാണ്. ഇരുവരും മുഖം തിരിച്ചിരിക്കുന്നതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ധനുഷ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ഇഡ്ലിക്കടയുടെ നിർമ്മാതാവായ ആകാശ് ഭാസ്കറിന്റെ വിവാഹ ചടങ്ങിനാണ് ഇരുവരും എത്തിയത്. പകർപ്പവകാശ തർക്കം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ ഇതാദ്യമായാണ് നയൻതാരയും ധനുഷും ഒരേ ചടങ്ങിനെത്തിയത്. വിഘ്നേഷ് ശിവനൊപ്പമാണ് നയൻതാര എത്തിയത്. ഇവർ എത്തുമ്പോൾ സദസ്സിന്റെ ചടങ്ങിൽ ധനുഷ് ഇരുന്നതിന് തൊട്ടടുത്ത ഇരിപ്പിടത്തിൽ തന്നെയാണ് നയൻതാരയും ഇരുന്നത്. എന്നാൽ ഇരുവരും പരസ്പരം മുഖം കൊടുത്തില്ല. ധനുഷ് വിവാഹ ചടങ്ങുകളിൽ മുഴുകിയിരിക്കുകയും നയൻതാര മറ്റ് അതിഥികൾക്കൊപ്പം സമയം ചിലവിടുകയുമായിരുന്നു. ഇതിനിടെ